ഗുഡ് ഈവനിംഗ് 24-ന്റെ എല്ലാ പ്രേക്ഷകർക്കും ഇപ്പോൾ കിട്ടിയതിലേക്ക് സ്വാഗതം. ഞാൻ പ്രഭിത ലക്ഷ്മി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോന ജെറിയം ചേരുന്നു. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേരളവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ചർച്ച തുടങ്ങി. ഡൽഹിയിലെ ചർച്ചയിൽ ധനമന്ത്രി KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ 4-അംഗ സംഘമാണ് പങ്കെടുക്കുന്നത്. ഔദ്യോഗിക തിരക്കുകൾ കാരണം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പങ്കെടുക്കുന്നില്ല. കേന്ദ്രവുമായുള്ള ചർച്ച പ്രതീക്ഷയോടെ കാണുന്നുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ഡൽഹിയിൽ പ്രതികരിച്ചു. വളരെ വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടെ ഈ പരിപാടിക്ക് വന്നിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ എല്ലാം തമ്മിലുള്ള ബന്ധത്തിൽ കോടതി ഇടപെട്ട് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ ഏറ്റവും നല്ല ഒരു മാതൃകയാണ് ഈ ചർച്ച എന്ന് പറഞ്ഞ് ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. അജണ്ട എല്ലാം അങ്ങനെ ഓരോന്നും തീരുമാനിച്ചിട്ടല്ല. ഇവിടെ വന്ന വിഷയങ്ങളും കോടതി വന്ന വിഷയങ്ങളും തമ്മിൽ ആമിക്കബിളായിട്ട് രണ്ട് കൂട്ടർക്കും എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് ചേർന്ന് പോകേണ്ടതാണല്ലോ. യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ആ സ്പിരിറ്റാണ് ഞങ്ങളും കാണുന്നത്. ഏതെങ്കിലും ഒരു ഇളവല്ല. ഈ ഓരോ സംസ്ഥാനത്തിനും മുന്നോട്ട് പോകാൻ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ റവന്യൂ വർദ്ധിക്കണം, കൂടുതൽ വികസനം ഉണ്ടാകണം, അത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം, കൂടുതൽ തൊഴിലവസരം ഉണ്ടാകണം, അതിനു വേണ്ടിയിട്ടുള്ള മൂലധനം വേണം, അതിനു വേണ്ടിയിട്ടുള്ള പണം വേണം, അതിന് പലതരത്തിലുള്ള ഭരണപരമായ കാര്യങ്ങളുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, കേരളത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ യോഗം. ധനമന്ത്രിയോടൊപ്പം മറ്റാരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്? അപ്പം കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കാത്ത പശ്ചാത്തലത്തിൽ കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്? പ്രവിധ, ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കേരളവും കേന്ദ്രവും തമ്മിലുള്ള ചർച്ച ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നിന്നും സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അഡ്വക്കേറ്റ് ജനറലുമാണ് ഈ സംഘത്തെ പ്രതിനിധീകരിച്ച് ഇപ്പോൾ ചർച്ചയുടെ ഭാഗമായി പങ്കെടുക്കുന്നത്. അതേസമയത്ത് കേന്ദ്രത്ത് നിന്നും പങ്കെടുക്കുന്നത് കേന്ദ്ര ധനമന്ത്രി എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. ചില ഔദ്യോഗിക തിരക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് ചർച്ചയിൽ പങ്കെടുക്കാത്തത്. കൂടാതെ ധനകാര്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഈ ചർച്ചയുടെ ഭാഗമായി ഇപ്പോൾ പങ്കെടുക്കുന്നത്. KN ബാലഗോപാൽ ഈ ചർച്ചയ്ക്ക് മുൻപായി പ്രതികരിച്ചിരുന്നത് ഈ ഇളവുകൾ തേടിയല്ല ഈ ഒരു ചർച്ച, മറിച്ച് സംസ്ഥാനങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചർച്ച നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു, പ്രത്യേകിച്ച് ഈ ധനനയത്തിൽ ഇടപെടാൻ ചില പരിമിതികൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ഉത്തമമായ സുപ്രീം കോടതി ഹർജി കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും ഇന്നിപ്പോൾ ഈ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ചർച്ചകൾക്ക് ശേഷം എന്തായാലും 6 മണിക്ക് KN ബാലഗോപാൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ സമയത്ത് ചർച്ചയിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കും. എന്തായാലും പ്രതീക്ഷയോടെയാണ് കേരളം ഈ ചർച്ചയെ ഉറ്റുനോക്കുന്നത്. അതായത് കേരളത്തിന്റെ ആവശ്യങ്ങൾ ഒരുപക്ഷെ കേന്ദ്രം അംഗീകരിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലും അത് വലിയ ഇടപെടലുകൾക്കും കാരണമാകും. എന്തായാലും ചർച്ചയുടെ തീരുമാനങ്ങൾ തിങ്കളാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയെ അറിയിക്കും. ശരി അച്യുതൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനിർണായകമാണ് ഈ ചർച്ച. വലിയ പ്രതീക്ഷയിലാണ് കേരളം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളാണ് അച്യുതൻ ഡൽഹിയിൽ നിന്നും നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖനെ പിടികൂടാനുള്ള ദൗത്യത്തിൽ പങ്കെടുക്കാൻ കർണാടക വനം വകുപ്പ് സംഘം വയനാട്ടിലെത്തി. ബേലൂർ മഖനെയോടൊപ്പം മോഴയാനയുള്ളത് ദൗത്യത്തിന് വെല്ലുവിളിയാവുകയാണ്. ആന കാട്ടിലേക്ക് നീങ്ങുന്നതും ദൗത്യം ദുഷ്കരമാക്കുന്നു. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, കർണാടക വനം വകുപ്പ് അധികൃതർ കൂടി ഈ തിരച്ചിലിന്റെ ഭാഗമാകുന്നത് വലിയ ആശ്വാസമാണ് കേരള വനം വകുപ്പിനെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ആനയെ അടുത്ത് നിരീക്ഷിച്ച സംഘമാണവർ. എന്തായാലും ഈ ഒരു മോഴയാന കൂടിയുള്ള സാഹചര്യത്തിൽ ദൗത്യം ദുഷ്കരമാണ്. നിലവിൽ ബേലൂർ മഖനെയെ ട്രാക്ക് ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്? ഇന്ന് രാവിലെ മുതൽ സിഗ്നൽ ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായും ട്രാക്കിംഗ് നടക്കുന്നുണ്ട്. 100 മീറ്റർ വരെ അടുത്തേക്ക് ആനയുടെ അടുത്തേക്ക് എത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നുണ്ട്. പക്ഷേ വെടിവെക്കാൻ കഴിയുന്നില്ല. അത് ഇവിടുത്തെ ഭൂമിശാസ്ത്രമാണ് ഇതിൻ്റെ പ്രശ്നം. കാരണം പൊന്തക്കാടുകൾ നിറഞ്ഞ പ്രദേശം, അതോടൊപ്പം തന്നെ ഡ്രോൺ വഴി നിരീക്ഷണം നടത്തുമ്പോൾ ഇടതൂർന്ന വനമേഖലയാണ്. സ്വാഭാവികമായും യാന നിൽക്കുന്നത് കാണാൻ കഴിയാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അത്തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അല്പസമയം മുമ്പ് കർണാടകയിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി സംഘത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒരു റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ 25-അംഗ സംഘമാണ് വന്നിട്ടുള്ളത്. എലിഫന്റ് ടൈഗർ ടാസ്ക് ഫോഴ്സ് ആണ് അവരുടെ നേതൃത്വത്തിലുള്ള 25-അംഗ സംഘമാണ് എത്തിയിട്ടുള്ളത്. നേരത്തെ ബേലൂരിൽ ഈ ആനയെ 16 ദിവസം കാത്തിരുന്നാണ് ഇവർക്ക് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്, മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനുശേഷമാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച് ഈ വനമേഖലയിലേക്ക് വിട്ടത്. ഇതിനുശേഷമാണ് ഇത് വയനാടിൻ്റെ പ്രദേശത്ത് എത്തുകയും നാട്ടിലിറങ്ങി പടമലയിൽ ഒരു മനുഷ്യരെ കൊലപ്പെടുത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഇതിനെ പിടികൂടുക എന്നുള്ള ദൗത്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഈ ആനയുടെ അടുത്തേക്ക്
ട്രാക്ക് ചെയ്തെത്താൻ കഴിയുന്നുണ്ടെങ്കിലും ഇതിനെ മയക്കുവെടി വയ്ക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും ഈ ആന കുതിരക്കോട് അതോടൊപ്പം തന്നെ മാനിവയൽ തുടങ്ങിയ പ്രദേശങ്ങളുണ്ട്. 2 റോഡുകൾ കാട്ടിക്കുളത്തുനിന്ന് സമാന്തരമായി പോകുന്നുണ്ട്. ഒന്ന് പനവല്ലി വഴി തിരുനെല്ലിയിലേക്ക്, മറ്റൊന്ന് തിരുനെല്ലിയിലേക്കും മൈസൂരുവിലേക്കും കുട്ടയിലേക്കും പോകുന്ന ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാത. ഇതിനിടയിൽ വരുന്ന വനമേഖലയോട്, തോൽപ്പെട്ടിയുടെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ ആനയുടെ സാന്നിധ്യമുള്ളത്. ഇന്ന് 6 വാർഡുകളിൽ നിരോധനാജ്ഞ തുടരുന്ന പശ്ചാത്തലമുണ്ട്. ഒരുപക്ഷേ ജനവാസ മേഖലയിലേക്ക് ഈ ആന കടന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ ദൗത്യം ഏതാണ്ട് ഒരു മങ്ങിയ സ്ഥിതിയുണ്ട്. സ്വാഭാവികമായും നാളെ ഈ ദൗത്യം പുനരാരംഭിക്കും. പുലർച്ചെ തന്നെ തെരച്ചിൽ തുടങ്ങും. കർണാടകയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ കൂടി എത്തിയതോടെ ഈ സംഘം കൂടുതൽ സജീവമായി. അവർക്ക് ഈ ആനയെ പിടികൂടി അനുഭവ സമ്പത്തുണ്ട്. അതുകൂടി പ്രയോജനപ്പെടുത്തുന്ന വിധത്തിലേക്ക് ദൗത്യം മാറുന്ന വിധത്തിലാണ് കാര്യങ്ങളുള്ളത്. പ്രവിത. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖ്നയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം തുടരും. ദൗത്യം അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല എന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. മയക്കുവെടി വെക്കുന്നതിന് കാലതാമസം ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ റവന്യൂ പോലീസ് വകുപ്പുമായി ചേർന്ന് പുതിയ പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വനംവകുപ്പിൻ്റെ കൂടെ ചേർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിനും പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ യോഗത്തിൽ അവരില്ലായിരുന്നു. അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, റവന്യൂ വകുപ്പ്, പോലീസ്, വനംവകുപ്പ് എന്നിവരുടെ ഒരു കൂട്ടായ്മയാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുക. മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് കൊടുക്കുന്നതിലുൾപ്പെടെ കാലതാമസം ഒഴിവാക്കാൻ അത് ത്വരിതപ്പെടുത്തണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. വളരെ കാര്യക്ഷമമായി തന്നെ ആ ശ്രമം തുടർന്നുകൊണ്ട് പോകും. അത് അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല. വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. CCF റാങ്കിലുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥനെയാണ് നിയമിക്കുക. MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട്. ഈ സാഹചര്യത്തിൽ ഇവരുടെ ആശങ്ക അകറ്റാൻ ഉതകുന്ന തരത്തിലുള്ള തീരുമാനമാണോ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? തീർച്ചയായും പ്രവിത, കാരണം വയനാട്ടിൽ ഉൾപ്പെടെ വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമായതോടെയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുന്നതും. നേരത്തെ ഉന്നതതല യോഗം വിളിച്ച് ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് വയനാട്ടിലെ ജനപ്രതിനിധികളുമായി മുഖ്യമന്ത്രിയും വനമന്ത്രിയും ഇന്ന് ചർച്ച നടത്തിയത്. ഇതിലെടുത്ത സുപ്രധാനമായ തീരുമാനം വയനാട്ടിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാനുള്ളതാണ്. CCF റാങ്കിൽ കുറയാത്ത സ്പെഷ്യൽ ഓഫീസറെ ആയിരിക്കും വയനാട്ടിൽ നിയമിക്കുന്നത്. ഈ ജനപ്രതിനിധികൾ ഈ യോഗത്തിൽ ഉന്നയിച്ച പരാതികളിലൊന്ന് ഈ നടപടികൾ കൈക്കൊള്ളുന്നതിലെ കാലതാമസമാണ്. വന്യമൃഗങ്ങൾ ഈ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ മയക്കുവെടി വയ്ക്കുന്നതിലടക്കം വലിയ കാലതാമസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ പരിഗണിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വച്ചു. ഇതിലും സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന ഒരു ഉറപ്പാണ് നൽകിയത്. നിലവിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് കൂടുതൽ അധികാരങ്ങളുള്ളത്. മയക്കുവെടി വയ്ക്കുന്നതിനടക്കം അധികാരങ്ങളുള്ളത് ആ ഉദ്യോഗസ്ഥനാണ്. ഇതിൽ CCF റാങ്കിലുള്ള ഉദ്യോഗസ്ഥനടക്കം ഇത്തരത്തിൽ അധികാരം നൽകുന്ന കാര്യം കേന്ദ്രവുമായി ചർച്ച ചെയ്യും. അത് പരിശോധിക്കുമെന്നതാണ് വനമന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മേലൂർ മഗ്ന ദൗത്യമടക്കം ഊർജിതപ്പെടുത്തുകയാണ്. കൂടുതൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തും. ഈ ദൗത്യം അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല. കാര്യക്ഷമമായി തന്നെ ഈ ദൗത്യം തുടരുകയാണ്. ഈ ചില ജനപ്രതിനിധികൾ ഡോക്ടർ അരുൺ സക്രിയെ അടക്കം ഈ ദൗത്യത്തിലേക്ക് കൊണ്ടുവരണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ്. ഇതിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ കൂടി ഒരു തീരുമാനം വേണ്ടതുണ്ട്. അതിലും ചർച്ച നടക്കുകയാണ് എന്നതാണ് വനമന്ത്രി പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കാര്യക്ഷമമായി സർക്കാർ ഇടപെടുന്നു എന്നുള്ളൊരു ഉറപ്പ് തന്നെയാണ് ഈ യോഗത്തിൽ മുഖ്യമന്ത്രിയും ജനപ്രതിനിധികളുമായി പങ്കുവച്ചത്. പ്രവിത. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഗുരുവായൂർ ആനക്കോട്ടയിൽ പരിശോധന നടത്താൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച ഹൈക്കോടതി. ആനക്കോട്ടയിലെ ദുരിതാവസ്ഥ സംബന്ധിച്ച ഹർജിയിലാണ് നടപടി. പരിശോധന മുൻകൂട്ടി വനം വകുപ്പ്, ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി, ഹർജിക്കാരി എന്നിവരെ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹർജി 4 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കാനായി മാറ്റി. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, ഈ പരിശോധന നടത്താൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടല്ലോ. ഈ സംഘത്തിൽ ആരെല്ലാം ഉണ്ട്? ഇവരുടെ പരിശോധന എപ്പോൾ ആരംഭിക്കുമെന്നാണ് കരുതാനാവുക? ഈ ഗുരുവായൂർ ആനക്കോട്ടയിൽ ആനകളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഹൈക്കോടതി സ്വമേധയാ ഇതിൽ കേസെടുത്തത്. ഇതിൽ തുടർച്ചയായ വാദം കേട്ടതിനൊടുവിലാണ് ഇപ്പോൾ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്.
പരിശോധന മുൻകൂട്ടി വനം വകുപ്പ്, ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ഈ ഹർജി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിക്കാരി എന്നിവരെ അറിയിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആനക്കോട്ടയിലെ ദുരിതാവസ്ഥ സംബന്ധിച്ച ഹർജിയിലാണ് കോടതി ഈ അടിയന്തര നടപടി സ്വീകരിച്ചത്. CCTV ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചിരുന്നു ഈ പാപ്പാന്മാർ ഇരുമ്പ് തോട്ടികൊണ്ട് ആനകളെ മുറിവേൽപ്പിക്കുന്നതടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കോടതിയുടെ ഇടപെടൽ. ഹർജി 4 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കാനായി മാറ്റി. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഗവർണർക്ക് നേരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധം. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ വെച്ചാണ് SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. 20ഓളം SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സൂരജ് സജി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ. ഗവർണർക്ക് നേരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരിക്കുകയാണ്. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ വെച്ചാണ് SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. 20ഓളം SFI പ്രവർത്തകർ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. സൂരജ് സജി ചേരുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സൂരജ്, കേൾക്കാമോ വിവരങ്ങൾ? ഇരിങ്ങാലക്കുടയിൽ ഇന്ന് ഗവർണർ രണ്ടാമത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന സമയത്താണ് ഈ SFI പ്രവർത്തകർ ഈ കരിങ്കൊടി കാണിക്കുന്നത്. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് SFI പ്രവർത്തകർ ഈ ഗവർണറുടെ വാഹനത്തിന് സമീപത്ത് നിന്ന് കരിങ്കൊടി കാണിക്കുകയായിരുന്നു. ആ സമയം വാഹനത്തിന്റെ വേഗത കുറച്ച് ഗവർണർ അവിടെ വാഹനം നിർത്തുകയും ചെയ്തു. പിന്നാലെ ഗവർണർ അവിടെ നിന്ന് പോവുകയായിരുന്നു. ഇന്ന് ഏങ്ങണ്ടിയൂരിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം കണ്ടതാണ്. 10ലധികം SFI പ്രവർത്തകർ ഏങ്ങണ്ടിയൂരിൽ ഗവർണറുടെ വാഹനത്തിന് തൊട്ടരികിൽ എത്തിക്കൊണ്ടായിരുന്നു വലിയ രീതിയിൽ പ്രതിഷേധിച്ചത്. പിന്നെ പോലീസ് ഇടപെട്ട് ഈ പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയായിരുന്നു. പക്ഷേ ഇരിങ്ങാലക്കുടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് 40ഓളം വരുന്ന പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അത് ഇരിങ്ങാലക്കുടയിൽ ഉണ്ടായി. പക്ഷേ പ്രതിഷേധക്കാർക്ക് ഗവർണർക്ക് അരികിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. കാരണം രാവിലത്തെ പ്രതിഷേധമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷയായിരുന്നു ഈ പ്രദേശത്ത് ഒരുക്കിയിരുന്നത്. തുടർന്ന് ഗവർണർ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. എന്തായാലും വലിയ പ്രതിഷേധം അത് 2 ദിവസം ജില്ലയിൽ ഗവർണർ നടത്തിയ പര്യടനത്തിലുടനീളം കാണാനായി. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ മുന്നണിക്ക് വീണ്ടും തിരിച്ചടി. ജമ്മുകാശ്മീരിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ള. ജമ്മുകാശ്മീരിൽ ഇന്ത്യ മുന്നണി ഇല്ലെന്നും ഫാറൂഖ് അബ്ദുള്ള വ്യക്തമാക്കി. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. അച്യുതൻ, ഇന്ത്യ മുന്നണിയിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത പുറത്തുവരുന്നത്. അദ്ദേഹം പറയുന്നത് എന്തൊക്കെയാണ്? പ്രവിത, ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയിലെ പല പാർട്ടികളും പലതരത്തിലുള്ള വിഭിന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ഘട്ടമാണ് നിലവിലുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ നാഷണൽ കോൺഫറൻസ് കൂടി ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നൊരു ആഹ്വാനം നടത്തിയിരിക്കുന്നത്. ഈ നാഷണൽ കോൺഫറൻസിന്റെ പാർട്ടി യോഗത്തിന് പിന്നാലെയാണ് മാധ്യമങ്ങളെ കാണുന്നതിനിടെ ഫറൂഖ് അബ്ദുള്ള ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കും, രണ്ടാമതൊരു ചോദ്യം അതിൽ ഉയർത്തേണ്ടതില്ല. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. ഇത് ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ച് തിരിച്ചടികൾ നൽകുന്ന ഒന്നുകൂടിയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിച്ച് ചേർത്ത് പോരാടാൻ ഒരുങ്ങുമ്പോൾ പാർട്ടികൾ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ അത് ഗുണകരമായി മാറില്ല. അതുകൊണ്ട് തന്നെ ഫറൂഖ് അബ്ദുള്ളയുടെ ഈ ഒരു നിലപാട് അത് തിരിച്ചടികൾ നൽകുന്നതാണ്. എന്തായാലും സീറ്റ് വിഭജനമടക്കം പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ കൂടിയാണ് നാഷണൽ കോൺഫറൻസിന്റെ കൂടി പ്രഖ്യാപനം ഈ അവസരത്തിൽ ഉണ്ടായിരിക്കുന്നത്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട് മുൻ മന്ത്രി സെന്തിൽ ബാലാജിയുടെ ജാമ്യ ഹർജിയിൽ തിങ്കളാഴ്ചയും വാദം തുടരും. മദ്രാസ് ഹൈക്കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കേസിൽ ഇഡിയുടെ വാദം ഇന്ന് പൂർത്തിയായി. വിവരങ്ങളുമായി മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്നും ചേരുന്നുണ്ട്. മനീഷ്, സെന്തിൽ ബാലാജിയുടെ മറുപടി എപ്പോഴായിരിക്കും? ഈ തിങ്കളാഴ്ച തന്നെ അദ്ദേഹം മറുപടി നൽകും? പ്രധാനമായും സെന്തിൽ ബാലാജി വിഭാഗം വാദിച്ചിരുന്നത് ഇപ്പോൾ, അതായത് നിലവിൽ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ അദ്ദേഹം മന്ത്രിയല്ല എന്നുള്ളൊരു വാദമാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചത്. മന്ത്രിയല്ല, അതുകൊണ്ട് തന്നെ ഇഡിയുടെ അന്വേഷണത്തിനെതിരായി ഒരു തരത്തിലും ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു. ഇഡി മുൻപ് ജാമ്യ ഹർജിയിൽ തടസ്സം പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയായിരുന്നു. മന്ത്രി എന്ന അധികാരപരിധി ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നായിരുന്നു. ഒന്നാമത്തെ പ്രധാനപ്പെട്ട സെന്തിൽ ബാലാജിയുടെ വാദം അതുതന്നെയായിരുന്നു, ജാമ്യ ഹർജി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളത്. മറ്റൊന്ന്, ഡിജിറ്റൽ തെളിവുകൾ, അതായത് ഇഡി സമർപ്പിച്ച ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്നൊരു വാദവും സെന്തിൽ ബാലാജിയുടെ ഭാഗത്തു നിന്നുണ്ട്. ഇന്ന് ഈ 2 വാദങ്ങളും ഇന്നിപ്പോൾ ഇഡി തള്ളുകയാണ് ഉണ്ടായത്. എന്തായാലും ഇതിനുള്ള മറുപടിയാണ് ഇനിയിപ്പോൾ തിങ്കളാഴ്ച സെന്തിൽ ബാലാജി വിഭാഗം നൽകേണ്ടത്. ഇന്നിപ്പോൾ ഇഡിയുടെ വാദം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി തിങ്കളാഴ്ച സെന്തിൽ ബാലാജി വിഭാഗത്തിന്റെ മറുപടി ഉണ്ടാകും മദ്രാസ് ഹൈക്കോടതിയിൽ.
പ്രവിധ. ശരി, തമിഴ്നാട് മുൻ മന്ത്രി സെന്തിൽ ബാലാജിയുടെ ജാമ്യ ഹർജിയിൽ തിങ്കളാഴ്ചയും വാദം തുടരുമെന്നാണ് മനീഷ് മൂർത്തി നൽകുന്ന വിവരം. വാർത്തകൾ തുടരുന്നു. ഇനി കായിക വാർത്തകൾ നോക്കിയാൽ ഇംഗ്ലണ്ടിനെതിരായ 3-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഭേദപ്പെട്ട നിലയിൽ. ആദ്യ ദിവസത്തെ കളി നിർത്തുമ്പോൾ 5 വിക്കറ്റിന് 326 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. 3-ന് 33 റൺസ് എന്ന നിലയിൽ പതറിയ ഇന്ത്യയെ സെഞ്ചുറികളുമായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേജയുമാണ് കരകയറ്റിയത്. രോഹിത് 131 റൺസ് എടുത്ത് പുറത്തായി. 110 റൺസുമായി ജഡേജ ക്രീസിലുണ്ട്. അരങ്ങേറ്റത്തിൽ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറിയുമായി സർഫ്രാസ് ഖാനും തിളങ്ങി. വിവരങ്ങളുമായി അനിൽ വാസുദേവ് ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. അനിൽ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഇന്ത്യയുടെ പ്രകടനം? എങ്ങനെ വിലയിരുത്താം? പ്രവിധ, ബാറ്റർമാരുടെ പറുദീസ എന്നാണ് രാജ്കോട്ട് പിച്ച് അറിയപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയുടെ തുടക്കം പാളിക്കൊണ്ടായിരുന്നു. കഴിഞ്ഞ മത്സരത്തിലെ സെഞ്ചുറി വീരന്മാരായ ശുഭ്മാൻ ഗില്ലിനും യശസ്വി ജയ്സ്വാളിനും പക്ഷേ തിളങ്ങാനായില്ല. ഇരുവരും സ്കോർ 33-ലേക്ക് എത്തിയപ്പോഴും 3 വിക്കറ്റ് എന്ന നിലയിൽ ഇന്ത്യ തകരുകയായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഒരു ക്യാപ്റ്റൻസ് ഇന്നിങ്സ് കളിച്ചുകൊണ്ട് ഇന്ത്യയെ ശക്തമായി തിരിച്ചു കൊണ്ടുവന്നു. രോഹിത് ആകെ 131 റൺസാണ് നേടിയത്. രോഹിത്തിൻ്റെ ടെസ്റ്റ് കരിയറിലെ 11-ാം സെഞ്ചുറിയാണ്. ഒപ്പം തന്നെ ബാറ്റിംഗ് ഓർഡറിൽ കയറി വന്ന രവീന്ദ്ര ജഡേജയും ക്യാപ്റ്റന് വലിയ പിന്തുണ നൽകി. 110 റൺസുമായി ഇപ്പോൾ രവീന്ദ്ര ജഡേജ ക്രീസിലുണ്ട്. ഒപ്പം തന്നെ വളരെ അപ്രതീക്ഷിതവുമായിട്ടുള്ള ഒരു ഇന്നിങ്സ് വന്നത് സർഫ്രാസ് ഖാന്റെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം ഏറെക്കാലത്തിന് ശേഷം ഇന്ത്യൻ ടീമിലേക്കുള്ള തൻ്റെ ആ വരവ്, ഇന്ത്യൻ ടീമിലേക്ക് അവസരം കിട്ടിയ ആ വരവ് കൃത്യമായി വിനിയോഗിച്ചു. അരങ്ങേറ്റത്തിൽ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറിയുമായിട്ടാണ് സർഫ്രാസ് വരവറിയിച്ചത്. 62 റൺസാണ് സർഫ്രാസ് നേടിയത്. എന്നാൽ നിർഭാഗ്യകരമായി അദ്ദേഹം റണ്ണൌട്ട് ആകുകയായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു സെഞ്ചുറി അർഹിച്ചിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ത്യ ഇപ്പോൾ ആദ്യ ദിനത്തെ കളി അവസാനിക്കുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 326 എന്ന നിലയിലാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു ബാറ്റേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വിക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു കൂറ്റൻ സ്കോർ തന്നെ വേണം. ഇംഗ്ലണ്ടിനും പ്രത്യേകിച്ച് ബാസ് ബോൾ ശൈലിയിൽ വലിയ രീതിയിൽ അടിച്ചു കളിക്കുന്ന അവരുടെ ബാറ്റർമാർക്ക് അനുകൂലമായ അല്ലെങ്കിൽ അത്തരത്തിൽ അവർ വലിയ സ്കോർ കണ്ടെത്താൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഇന്ത്യക്കും ഒരു കൂറ്റൻ സ്കോർ തന്നെ ഈ സ്കോർ ബോർഡിൽ ചേർക്കേണ്ടതുണ്ട്. നാളെ ഇന്ത്യയുടെ വരുന്ന ബാറ്റിങ്ങിലുള്ള മധ്യനിരയിലെ മറ്റു ബാറ്റർമാരും ഒപ്പം തന്നെ വാലറ്റവും ഒക്കെ തന്നെ ചേർന്ന് ഇന്ത്യക്ക് ഒരു 500-ന് മുകളിൽ ഒരു സ്കോർ തരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. ഇംഗ്ലണ്ടിനെതിരായ 3-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഭേദപ്പെട്ട നിലയിലാണ്. മറ്റൊരു വാർത്തയിലേക്ക്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ സുപ്രധാന കരാറിലേർപ്പെട്ട് ഇന്ത്യയും UAEയും. ഡിജിറ്റൽ രംഗത്തുൾപ്പെടെ ഇരു രാജ്യങ്ങളും സഹകരണം വർദ്ധിപ്പിക്കും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് വ്യാപാര ഇടനാഴിക്കായി യോജിച്ച് പ്രവർത്തിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഖത്തർ അമീറുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വാണിജ്യ നിക്ഷേപ രംഗത്ത് പുതിയ പ്രതീക്ഷയെന്ന് നരേന്ദ്രമോദി പ്രതികരിച്ചു. പ്രധാനമന്ത്രിയുടെ ഖത്തർ സന്ദർശനം വിജയകരമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ മേഖലകളിൽ വ്യാപിപ്പിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവും അറിയിച്ചു. The topics of discussion included a wide range of areas of bilateral cooperation, including trade partnership, investment cooperation, energy partnership, issues engaged in regional security, cultural affinity, and people-to-people ties. In this, when the two leaders spoke, they spoke about the need for strategic investments and strategic partnership in the field of energy and technology, and to proceed beyond the bilateral relationship. ഖത്തർ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. വിവരങ്ങളുമായി അൻവർ പാലേരി ചേരുന്നുണ്ട്. അൻവർ, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ സുപ്രധാന കരാറിൽ ഏർപ്പെടുമ്പോൾ അത് ഇന്ത്യക്ക് ഏത് തരത്തിൽ ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഏതൊക്കെ സുപ്രധാന കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പിട്ടിരിക്കുന്നത്? പ്രവിധ, തീർച്ചയായും നരേന്ദ്രമോദിയുടെ ഗൾഫ് സന്ദർശനം ഇന്നലെ UAE സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ രാത്രിയോടുകൂടിയാണ് അദ്ദേഹം ദോഹയിൽ എത്തിയത്. UAEയിൽ നിരവധി സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു. ഡിജിറ്റൽ രംഗത്ത് സഹകരണം വർദ്ധിപ്പിക്കാനും ഇന്ത്യയിൽ സൂപ്പർ കമ്പ്യൂട്ടർ ക്ലസ്റ്റർ, ഡാറ്റാ സെന്റർ എന്നിവ സ്ഥാപിക്കുന്നതുൾപ്പെടെ വിവിധ മേഖലകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനുമായാണ് ഇരു രാജ്യങ്ങളും കരാറിലേർപ്പെട്ടത്. പ്രധാനമന്ത്രിയുടെ UAE സന്ദർശനത്തിനിടെ ഉണ്ടായ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം ഇത് തന്നെയാണ്. അതുപോലെ ഇന്ത്യയിലെയും UAEയിലെയും സ്ഥാപനങ്ങൾ തമ്മിൽ ഇതിനായി സഹകരിക്കാൻ ധാരണയിലെത്തിയിട്ടുണ്ട്. UAE നിക്ഷേപ മന്ത്രാലയം ഇന്ത്യയുടെ IT മന്ത്രാലയവുമായാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഗുജറാത്തിൽ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സുമായി UAE സഹകരിക്കും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് വ്യാപാര ഇടനാഴിക്കായി യോജിച്ച് പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. വൈദ്യുതി കൈമാറ്റം, വ്യാപാരം എന്നിവയ്ക്കും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തി. പ്രവിധ, അതിനുശേഷം ഖത്തറിലെത്തിയ പ്രധാനമന്ത്രിയെ
വിമാനത്താവളത്തിൽ ഇന്നലെ സ്വീകരിച്ചു. അതിനുശേഷം ഖത്തർ വിദേശകാര്യ മന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. അതിനുശേഷം ഇന്ന് ഏതാണ്ട് ഒരു 12 മണിയോടുകൂടിയാണ് അദ്ദേഹം ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയത്. ശരി, സുപ്രധാന നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഗൾഫ് സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ഇന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് അൻവർ പാലേരി നൽകിയത്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു.